ഉപ്പുതറ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ടോണി തോമസും പ്രചാരണ രംഗത്ത് സജീവമാണ്. LDF സ്ഥാനാർത്ഥി PS രാജൻ പരിചയസമ്പത്തും ബന്ധങ്ങളും തുണയാക്കുമ്പോൾ യുവത്വത്തിന്റെ പ്രസരിപ്പോടെ കളം നിറയുകയാണ് ടോണയും. ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് UDFിൻ്റെ സ്ഥാനാർത്ഥി ഉപ്പുതറ ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്രീ ടോണി തോമസ് ആണ്. അതോടൊപ്പം തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ PS രാജനാണ്. പരിചയസമ്പത്തും ബന്ധങ്ങളും PS രാജന് തുണയാകുമ്പോൾ യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ കളനിറയുകയാണ് ടോണി തോമസ്. ടോണി തോമസിനോട് നമുക്ക് സംസാരിക്കാം. മത്സരരംഗത്ത് ആദ്യമാണോ? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ആദ്യമാണ്. ഇതിനു മുൻപ് വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് വന്നപ്പോൾ കോളേജ് യൂണിയനിലും വിദ്യാർത്ഥി സെനറ്റിലേക്കും സർവകലാശാല സെനറ്റിലേക്കുമൊക്കെ മത്സരിക്കാനുള്ള അവസരം പാർട്ടി തന്നിരുന്നു. ഇത് ത്രിതല പഞ്ചായത്തിലേക്ക് ആദ്യമായിട്ട്. വിജയപ്രതീക്ഷ എത്രത്തോളം? 100% വിജയപ്രതീക്ഷയുണ്ട്. അത് അല്പം പോലും അഹങ്കാരമില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണയിൽ വിനയത്തോടു കൂടിയുള്ള 100% തികഞ്ഞ പ്രതീക്ഷയാണ് ഈ കാര്യത്തിലുള്ളത്. മത്സരരംഗത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ PS രാജനാണ്. അദ്ദേഹം ഇവിടെ സുപരിചിതനാണ്. ബന്ധങ്ങളും ഏറെ ഈ മണ്ഡലത്തിൽ പരിചിതനായ ആളാണ് ശ്രീ PS രാജന്. അദ്ദേഹത്തോട് ഏറ്റുമുട്ടുമ്പോഴുള്ള ഒരു അനുഭവം എന്താണെന്ന് പറയുന്നു. ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള ഒരു മത്സരമല്ല ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആ ഓരോ പ്രസ്ഥാനവും ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രചരണ കാര്യങ്ങളിൽ, അതായത് ഉയർത്തിപ്പിടിക്കുന്ന ഈ നാടിനോട് പറയാൻ ഓരോ മുന്നണികളും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അക്കാര്യങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എഡ്ജ് മറ്റ് മുന്നണികളെക്കാളും ഉണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഡിവിഷനിൽ ഉൾപ്പെടുന്ന 3 പഞ്ചായത്തുകൾ, അതായത് കാഞ്ചിയാറും അയ്യപ്പൻകോവിലും ഉപ്പുതറയും ഉൾപ്പെടുന്ന 3 പഞ്ചായത്തുകൾ, ആ 3 പഞ്ചായത്തുകളും കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ നാട്ടിൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണസമിതികളായി നിലനിൽക്കുക. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഭരണസമിതി ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. ഇവിടെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിനകത്ത് മെമ്പർ ഈ ഡിവിഷനിൽ നിന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല വലിയൊരു മജോറിറ്റിയോടുകൂടിയുള്ള ഒരു ഭരണവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന അവരുടെ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായിട്ടുള്ള, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ കാര്യമല്ല. അതിലൊക്കെ ആളുകൾക്ക് കൃത്യമായ പ്രതിഷേധങ്ങളുണ്ട്. അതൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരും. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്നത്. ഇപ്പം ഇതൊരു പോരാട്ടത്തിൻ്റെ മണ്ണാണ്. ഉപ്പുതറയും അയ്യപ്പൻകോവിലും കാഞ്ചിയാറും എന്ന് പറയുന്നത് ഒരു പോരാട്ടത്തിൻ്റെ ഭൂമി. ആ പോരാട്ടത്തിൻ്റെ ഭൂമിയിൽ ഒരു പോർമുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കുടിയേറ്റ കർഷകൻ്റെയും തോട്ടം തൊഴിലാളികളുടെയും വിയർപ്പ് വീണ ഈ മണ്ണിൽ അവരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്തിനേറെ പറയുന്നു, സാധാരണക്കാരായിട്ടുള്ള കുടിയേറ്റ കർഷകൻ്റെ ഭൂമിയുടെ അവകാശം പോലും അവരിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള സമീപനങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പം അതിലൊക്കെ ആളുകൾക്ക് ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ആളുകളെപ്പറ്റി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വലിപ്പ ചെറുപ്പത്തെ പറ്റിയോ അല്ലെങ്കിൽ മറ്റൊരാളെ ആക്ഷേപിച്ച് പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരിക്കലും തുനിയുന്നില്ല. പക്ഷേ ഇന്നലകളിൽ അവർ വഹിച്ചിരുന്ന പദവികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അവർക്കത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന ആ ആളുകളും അവരുടെ മുന്നണിയും അതിനപ്പുറത്തേക്ക് ഈ നാടും നടത്തേണ്ടതാണ് എന്നുള്ളതാണ് വിനയത്തോടു കൂടി എനിക്ക് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. ടോണി 100% വിജയപ്രതീക്ഷയാണ്. ടോണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ ഷിജോ ഫിലിപ്പിനൊപ്പം ഷിനു ഫിലിപ്പ്, റിപ്പോർട്ടർ സിറ്റി വിഷൻ.